Hello, good morning. Good morning. Arula. Good morning, ma'am. Good morning, Miss. Good morning. Yes. Good morning. പറയുമ്പോൾ തിരിച്ചു ഗുഡ് മോർണിംഗ് കേൾക്കുന്നതിൽ പല സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം അത് തിരിച്ചൊരു മറുപടി കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മള് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ കുറച്ച് അധികം ഭാഗം നമ്മൾ കഴിഞ്ഞു. ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കൺക്ലൂഡിംഗ് പാർട്ടിൽ നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വായിച്ചു നോക്കിയോ? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അതൊരു പ്രോസസ്സാണ്, ഒരു വൺ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. പെർഫോമൻസ് മാനേജ് ചെയ്യണമെങ്കിൽ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ നമ്മൾ പറയായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അതിനകത്തെ പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ അസസ്മെന്റ് ആണ്. അത് വിലയിരുത്തലാണ്. ഇത് വിലയിരുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. വിലയിരുത്തിയതിനു ശേഷം we have to take necessary steps to improve the performance of the employees. അല്ലെ? എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ആവശ്യത്തിന് സ്റ്റെപ്പുകൾ എടുക്കണം. അപ്പൊ അതും അതിനകത്ത് വരും. ഇനി ആവശ്യത്തിന് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്തതിന് ശേഷം കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ് അത് ഇംപ്രൂവ് ചെയ്തതിന് ശേഷം വെദർ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു, അതൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ അല്ലെ? അത് ചിലപ്പോ വീക്കിലിയോ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? ഇനി അതിനുശേഷം അതില് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് അതിലെന്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പ്ലാനിങ് സ്റ്റേജ് മാത്രമേ നമ്മളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പ്ലാനിങ് സ്റ്റേജ് ഒക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? അവിടെ വരെ അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത നമ്മളുടെ പ്രോസസ്സിലെ മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോച്ചിങ് ആണ്. എന്താണ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ? കോച്ചിങ് എന്ന് പറഞ്ഞാൽ ടു ഗിവ് കോച്ചിങ് അല്ലെ? അതായത് ആ കോച്ചിങ്ങിന് അത് അവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അവിടെയും കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഡു ദ ഓർഗനൈസേഷൻ ഓഫ് മീറ്റിംഗ്സ് ഓൺ എ റെഗുലർ ടൈംലി ബേസിസ്. അതായത് നമ്മള് ഈ പറയുന്ന കോച്ചിങ് ഒക്കെ കൊടുക്കാനായിട്ടേ അതിന് ആവശ്യത്തിന് ചില മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക. whether it is to be provided or not. അങ്ങനെ നമ്മൾ കോച്ചിങ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് നിരീക്ഷണത്തിൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകണമെന്നില്ല. അതിന് പകരം ടു കണ്ടക്ട് സം മീറ്റിംഗ്സ്, അതിങ്ങനെ കുറെ മീറ്റിങ്ങുകളായിട്ട് കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളുടെ ജോബിന്റെ ലക്ഷ്യങ്ങള് അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് നമുക്ക് ആരംഭിക്കലാണ്. ഈ പെർഫോമൻസ് മാനേജ് നമ്മൾ പ്ലാനിംഗ് ഒക്കെ ചെയ്തു നേരത്തെ തന്നെ, എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് പെർഫോമൻസ് മാനേജ് ചെയ്യാനായിട്ട്. അതിന്റെ പ്ലാനിങ് സ്റ്റേജിൽ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻസ് എടുക്കണം. സോ ദീസ് ഇനീഷ്യേഷൻസ് ക്യാൻ ബി മെയ്ഡ് ബൈ carrying out regular basis of meetings. എന്ത് ചെയ്യണം? അതിന് ആവശ്യമായിട്ടുള്ള ചില റെഗുലർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. സാധാരണ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറയുമ്പോൾ ക്വാർട്ടർലി ഒക്കെയാണ്, അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി എന്ന് പറയുന്നു. അതായത് 3 മാസം കൂടുമ്പോഴൊക്കെ. പക്ഷെ എങ്കിലും കുറച്ചുകൂടി നല്ല രീതിയിലുള്ളത് ആക്കണമെങ്കിൽ, നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ മന്ത്ലി മീറ്റിംഗ്സ് കുറച്ചുകൂടി സൂട്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മളുടെ പെർഫോമൻസ് മാനേജ്മെന്റ് കോച്ചിങ് കൊടുക്കണമെങ്കിൽ അത് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്ത് ആ മീറ്റിംഗ്സിൽ ദേ ഹാവ് ടു ഡിസൈഡ്. ആ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയായിരിക്കണം പറഞ്ഞിരിക്കുന്നത്? ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി. ക്വാർട്ടർലി എന്ന് പറയുന്നത് ഇതാണ്, once in 3 months, അതായത് 3 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കൺവീനിയന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നത് മന്ത്ലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സോ they can understand which performance or which employees performance have to be improved. ഏതൊക്കെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ മീറ്റിംഗ്സ് ഒക്കെ നടത്തി ഏത് സ്ഥലത്താണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ, അങ്ങനെ ഏത് എംപ്ലോയീസിലാണ്, ഏത് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിലാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ മീറ്റിംഗ്സിലൂടെ ഫൈൻഡ് ഔട്ട്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ മീറ്റിംഗ്സ് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക. കോച്ചിങ്ങിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം.
കോച്ചിങ്ങിൽ വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാട്ടാ. കോച്ചിങ് എന്ന് പറയുന്നതില് എന്തൊക്കെയാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സിൽ വരിക എന്ന് ചോദിക്കും. ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി ഓർ റെഗുലർലി ബേസിസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? എന്താ മനസ്സിലായോ? എന്നിട്ട് ഈ ഒരു സെന്റൻസും അതിനകത്ത് അണ്ടർലൈൻ ചെയ്യണം. മീറ്റിംഗ്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി ഓൾദോ മീറ്റിംഗ് മന്ത്ലി മീറ്റിംഗ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ക്ലിയർ ആയോ? തമ്പൊക്കെ ഇട്. യെസ്, ക്ലിയർ ആയെങ്കിൽ മതി, തമ്പിട്ടാ മതി. അതല്ലെങ്കിൽ പറയാൻ മതി, ഒന്നുകൂടി പറയണമെങ്കിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് കോച്ചിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സില് സെക്കൻഡ് സ്റ്റെപ്പാണ് കോച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ടൈംലി റെഗുലർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ. അത് ചെയ്താൽ റെഗുലർ ആയിട്ട് നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അസസ് ദ പെർഫോമൻസുകളെ അസസ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അതിനാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ കോച്ചിങ്ങിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് നെസസറി ട്രെയിനിങ് ഓർ കോച്ചിങ് ആൻഡ് ഓൾസോ മേക്ക് സൊല്യൂഷൻസ്. അതായത് ആവശ്യത്തിന് ഇപ്പൊ നമ്മൾ അങ്ങനെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തു ആൻഡ് വി ഫൗണ്ട് ദാറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് വെരി എസെൻഷ്യൽ, കോച്ചിങ് ഷുഡ് ബി ഗിവൺ ടു ദ എംപ്ലോയീസ് എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്ത ടൈമിലി ഒരു മീറ്റിംഗ് നടത്തി, മന്ത്ലി മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടെത്താൻ സാധിച്ച കാര്യമാണ് പെർഫോമൻസ് ലെവൽ കുറച്ചൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതിന് ആവശ്യമായ എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങോ കോച്ചിങ്ങോ എന്താന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഏത്? പെർഫോമൻസ് മാനേജ്മെന്റ് താഴേക്ക് പോകുന്നതിന് ഒരു പരിഹാരമാണ്. അപ്പൊ ഈ മീറ്റിംഗ്സിൽ they can concentrate for the solutions and also providing coaching to the employees. എംപ്ലോയീസിന് കൂടുതൽ എന്താ പറയാ കോച്ചിങ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഈ പെർഫോമൻസ് എന്തുകൊണ്ട് താഴെ പോയി, അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അല്ലാതെ എന്താ പറയാ നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് താഴെ പോയതുകൊണ്ട് അവർക്ക് എതിരെ കുറെ എന്താ പറയാ ശിക്ഷാ നടപടികളൊന്നും സ്വീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അതാണ് പറഞ്ഞത് പ്യൂണിറ്റീവ് മെഷേഴ്സ് ഫോർ ലാക്ക്ലസ്റ്റർ പെർഫോമൻസ്. അതായത് മോശമായ പെർഫോമൻസിന് പ്യൂണിറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെന്റ് മെഷേഴ്സ് ആണ് കേട്ടോ. ശിക്ഷാർഹമായ നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് ആ മീറ്റിംഗ് ആ സെന്റൻസിന്റെ അർത്ഥം. ക്ലിയർ ആയോ? മനസ്സിലായോ? മീറ്റിംഗ് നടത്തുന്നത് പെർഫോമൻസ് എത്രത്തോളം എത്തി അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. മീറ്റിംഗ്സ് നടത്തി മീറ്റിംഗ് വെച്ചിട്ടിട്ട് കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ആയില്ല, ആ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് they have to conduct training or coaching to the employees. അത് അവർക്ക് കൊടുക്കുക, ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ്ങിന്റെ അഭാവം കൊണ്ടായിരിക്കാം പെർഫോമൻസ് താഴെ പോയിരിക്കുന്നത്, ആവശ്യത്തിന് കോച്ചിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. സോ they have to understand that. അത് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരിക. അല്ലാതെ അവർക്ക് ശിക്ഷ കൊടുത്തിട്ടല്ല, ഇപ്പൊ നിന്റെ പെർഫോമൻസ് മോശമാണ് അതുകൊണ്ട് നിന്റെ സാലറിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസത്തെ സാലറി നമ്മൾ തരിക, അല്ലെങ്കിൽ സാലറി വൈകിക്കും, അല്ലെങ്കിൽ നിന്നെ പിടിച്ചിട്ട് ഡിമോട്ട് ചെയ്യുന്നു. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. എന്താ പറയാ, അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതിനെ താഴേക്ക് തട്ടുന്നു, താഴെ ഉള്ള ഓപ്പർച്യൂണിറ്റി താഴെയുള്ള ലെവലിലേക്ക് ഇതിന്റെ പെർഫോമൻസ് അവിടെ നിനക്ക് പറ്റുന്നില്ല അതുകൊണ്ട് താഴേക്ക് തട്ടുന്നു. ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് കോച്ചിങ്ങിലൊക്കെ കൊടുത്ത് അതിന്റെ സൊല്യൂഷൻസ് കണ്ടക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടായിരിക്കും മീറ്റിംഗ്സ് കൊണ്ടുവരണ്ടേ. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ്സ് നടത്തേണ്ടത്, അല്ലാതെ അവരെ പണിഷ് ചെയ്യാനല്ല. ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് എന്തെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് അവർക്ക് എവിടെ പറയുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് അതൊക്കെ പണിഷ്മെന്റിന്റെ രീതിയാണ്. അപ്പൊ അത് കാണിക്കാതെ മീറ്റിംഗ്സിൽ they should concentrate for giving some solutions to these problems. ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരിക, അതുപോലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, എംപ്ലോയീസിന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആളുകളെ ഇടയിൽ കൊണ്ട് നിർത്തി ഇതുപോലുള്ള പണിഷ്മെന്റുകളൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് എന്ന രീതിയിൽ മറ്റു രീതിയിൽ ചെയ്യുമ്പോൾ എന്തെന്നറിയോ, ഈ എംപ്ലോയീസ് എന്താ പറയാ they will not be honest. അവരുടെ ജോലിയിൽ സത്യസന്ധരായിരിക്കില്ല. അവര് എന്ത് ചെയ്യും, അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവര് they will become dishonest അല്ലെ. അതായത് അവര് സത്യസന്ധമായിട്ട് ജോലിയോട് സത്യസന്ധത കാണിക്കാതെ അവരെ പെരുമാറാനായിട്ട് നോക്കും. അങ്ങനെ നെഗറ്റീവായിട്ട് എംപ്ലോയീസിനോട് പെരുമാറിയാൽ അത് വലിയൊരു അപകടം നിറഞ്ഞ കാര്യമാണ്. എംപ്ലോയീസിനോട് അങ്ങനെ കാണിച്ചാൽ ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ അതിനനുസരിച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും.
എല്ലാ എംപ്ലോയീസിന്റെ ഒക്കെ ഇതുപോലെ പണിഷ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് അവർക്ക് ആവശ്യത്തിന് കാരണം അവരെ എന്തുകൊണ്ട് അങ്ങനെ പെർഫോമൻസ് ലെവലിൽ താഴ്ന്നു പോയി ട്രെയിനിങ്ങിന്റെ അഭാവമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് പ്രൊവൈഡ് ചെയ്യുക, അല്ലാതെ ശിക്ഷയല്ല. അത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴെപ്പോഴും കൊടുത്തോണ്ടിരിക്കാൻ അല്ല. ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് കൊടുക്കാറുള്ളതാണ്. പക്ഷെ എപ്പോഴും ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ ഞാൻ നന്നാക്കൂ എന്ന് പറഞ്ഞാലും അതും ശരിയല്ല. പക്ഷെ നോക്കുക, അസസ് ചെയ്യുക, ട്രെയിനിങ് കൊടുത്താൽ അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നലുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അതല്ല എങ്കിൽ എപ്പോഴെപ്പോഴും ട്രെയിനിങ് എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നു, അത് ആളിൽ നിന്ന് യാതൊരു പ്രൊഡക്ടിവിറ്റി ഇല്ല, അങ്ങനെയുള്ളവരെ റിമൂവ് ചെയ്യില്ല. അതാണ് ആവശ്യം. ഓക്കെ, മനസ്സിലായോ അത്? So management training will help in improving the performance of the employees. അപ്പോൾ മാനേജ്മെന്റിനെ എന്ത് ചെയ്യുന്നു? ഈ പെർഫോമൻസ് ലെവല് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇവിടെ യെസ്, മാനേജ്മെന്റ് ട്രെയിനിങ് ഇൻ ദിസ് ഏരിയ ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ ടു an ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ട്രെയിനിങ് ഏത് ഏരിയയിലാണ്? കോച്ചിങ് എന്ന് പറയുന്ന ഏരിയയിലാണ് കേട്ടോ. Management training in coaching area can really helpful to an organization. നിങ്ങൾ വായിക്കുമ്പോ അങ്ങനെ പറഞ്ഞു വായിക്കണം. ഓക്കെ, കിട്ടിയല്ലോ? രണ്ടാമത്തെ പോയിന്റ്, കോച്ചിങ്ങിലെ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? സിമ്പിൾ കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. വലിയ ഗൗരവമേറിയ കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പെർഫോമൻസ് ലെവലൊക്കെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയണമെങ്കിൽ മീറ്റിംഗ് നടത്തണം. മീറ്റിംഗ് നടത്തി ആ കാര്യങ്ങൾ, അതിന്റെ സൊല്യൂഷൻസ് അതിന് വേണ്ടിയിട്ട് എടുക്കുക. അതിലെടുക്കുമ്പോൾ പണിഷ്മെന്റുകളെല്ലാം അതിന്റെ സൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരേണ്ടത് ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് അവരുടെ പെർഫോമൻസിന് ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ കോച്ചിങ്ങിൽ. ഓക്കെ, കോച്ചിങ്ങിൽ രണ്ടാമത്തെ പോയിന്റ്. അടുത്തത് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും, എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും സൈഡിൽ നിന്നും ഫീഡ്ബാക്ക് തരുക. That means also to give honest feedback and also receive honest feedback. രണ്ട് സൈഡിൽ നിന്നും മാനേജ്മെന്റ് അതിന് കഴിവുള്ളവരായിരിക്കണം. മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഫീഡ്ബാക്ക് അങ്ങോട്ടും ഓണസ്റ്റ്ലി കൊടുക്കണം, സത്യസന്ധമായിട്ട്. എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്, ചില ആളുകളോട് അവർ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ അത്ര എന്താ പറയാ, ഒരു 50% ആണെങ്കിലും ഓക്കെ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് നന്നായി ചെയ്യുന്നത് പറഞ്ഞിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും, എന്നാൽ അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ച മറ്റു കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകളെ അത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ അത് വിലയിരുത്തുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ഓണസ്റ്റ് വേ അല്ലെ? അതൊരു ശരിയായ രീതിയാണോ? സത്യസന്ധമായ രീതിയാണോ? അല്ല. എംപ്ലോയീസിന് ഉള്ള പോരായ്മകൾ സത്യസന്ധമായിട്ട് അങ്ങോട്ടേക്കും ഡിസ്ക്ലോസ് ചെയ്യുക. ആൻഡ് ഓൾസോ ടു റിസീവ് ഫീഡ്ബാക്ക് ഫ്രം ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഫീഡ്ബാക്ക് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് സ്വീകരിക്കുക. ഓരോ എംപ്ലോയീസിനും അവർക്കും ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും, ഏതെങ്കിലും സ്ട്രഗിൾസ് ദേ ആർ ഫേസിങ് ഇൻ ദ ഓർഗനൈസേഷൻ, അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയാ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു സ്റ്റെബിലിറ്റി ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആ ഒരു ആക്ഷണൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റേജിൽ. മനസ്സിലായി? ആക്ഷണൽ ഫീഡ്ബാക്ക് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള ഫീഡ്ബാക്ക് ഫ്രം ബോത്ത് ദ പാർട്ടീസ്. ദാറ്റ് മീൻസ് ദ എംപ്ലോയർ ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ്. എംപ്ലോയീസിൽ പറയാനുള്ളത് കേൾക്കാനും അവർക്ക് വേണ്ട ആ കേൾക്കുന്നതിൽ നിന്ന് അവർക്കുള്ള പോരായ്മകൾ മനസ്സിലാക്കി അത് നികത്താൻ പറ്റണം. എംപ്ലോയീസ് കുറിച്ചിട്ടുള്ള നമ്മുടെ മാനേജ്മെന്റിന്റെ രീതിയിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടു കൂട്ടരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടു കൂട്ടരും രണ്ട് സൈഡ്സിൽ നിന്നും ഫീഡ്ബാക്കുകൾ അത്യാവശ്യമാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. മാനേജ്മെന്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബോത്ത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് വർക്ക് വിത്ത് എംപ്ലോയീസ് rather than adopting a combative stance. എന്നുവെച്ചാൽ എംപ്ലോയീസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. Get feedback and work with employees rather than adopting a combative stance എന്നുള്ളത് വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കണ്ടോ സെന്റൻസ്? കണ്ടോ നിങ്ങള്? ഓക്കെ, അത്രേ ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ്, കോച്ചിങ്ങിലെ നാലാമത്തെ പോയിന്റ്. ആ പോയിന്റ് ബോൾഡ് ആയിട്ട് ഇരിക്കുന്ന 4 നമ്പർ വരെ ഇട്ടിരിക്കുന്ന പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോച്ചിങ്ങിൽ വരുന്ന
പെർഫോമൻസ് മാനേജ്മെന്റിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ പ്ലാനിങ്ങിൽ വരുന്ന എന്താ പറയാ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ എന്താ പറയാ ഓപ്ഷൻസ് ഇട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതിനൊക്കെ പോയിന്റുകളും സബ് പോയിന്റുകളും അതൊക്കെ നോക്കി വെക്കണം. Revisit the objectives is very necessary. Okay. ഇനി നമ്മുടെ ലക്ഷ്യങ്ങളെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക. കോച്ചിങ് ഒക്കെ കൊടുത്തു. കോച്ചിങ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒന്നുകൂടി പിന്തിരിഞ്ഞ് നോക്കുക. പെർഫോമൻസ് മാനേജ്മെന്റ് ആവശ്യത്തിന് കറക്ഷൻസ് ഒക്കെ നടത്തി ആവശ്യത്തിന് എന്താ പറയാ പെർഫോമൻസ് മാനേജ് ചെയ്യാനുള്ള കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ കോച്ചിങ്ങിലൂടെ തന്നെ ഇഫ് സം കറക്ഷൻസ് ടു ബി മെയ്ഡ് എന്തെങ്കിലും തെറ്റുകളൊക്കെ അല്ലെങ്കിൽ തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഓരോ എംപ്ലോയീസിന്റെയും കരിയർ ഡെവലപ്മെന്റ് അല്ലെ they have to pay attention to the career development of the employees and also wherever necessary opportunities are there for their career development. അതായത് എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങളൊക്കെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം വളർത്തിക്കൊണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് they have to revisit the objectives. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും ഓരോ എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്നുകൂടി എന്ത് ചെയ്യുക നമ്മൾ ഒന്നുകൂടി ചികഞ്ഞു നോക്കുക. ബാക്കിലേക്ക് ഒന്ന് നോക്കുക. നമ്മളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവിടെ വരുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ? നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുത്തോ? ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ ലക്ഷ്യങ്ങൾ മുഴുവൻ നേടിയെടുക്കണം. See, as an employee in an organization, I may have different aims, objectives. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ സാധ്യമാക്കിയോ അതറിയണ്ടേ? അതാണ് പറഞ്ഞത്. അപ്പൊ റീവിസിറ്റ് ചെയ്യുക നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്. അത് മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കണം. അതും എന്നിട്ട് എന്ത് ചെയ്യുക അത്തരം ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ നേടിയെങ്കിൽ അതൊക്കെ നമ്മുടെ വിജയത്തിലേക്ക് വരും. കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ എംപ്ലോയീസിന്റെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് മാനേജ്മെന്റ് കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ പെർഫോമൻസ് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹൗ വെൽ ദേ ഹാവ് പെർഫോംഡ് ദെയർ ടാസ്ക്. അവർക്ക് കൊടുത്ത ജോലികളൊക്കെ അവർ എത്ര ഭംഗിയായി ചെയ്തു. ആൻഡ് ഇഫ് ദേ ഹാവ് ഡൺ ഇറ്റ് ഹൗ മച്ച് റിവാർഡ് ഈസ് ടു ബി പ്രൊവൈഡ്. അവർ ഭംഗിയായി ചെയ്തെങ്കിൽ അവർക്ക് റിവാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. ഇതില് റീവിസിറ്റിംഗ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തുക. ഏത് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് മനസ്സിലാക്കാനും ഹൗ വെൽ ദേ ഹാവ് ഡൺ ദെയർ ടാസ്ക്. അവർ എത്ര നല്ല രീതിയിൽ അവരുടെ പ്രോസസ്സുകളൊക്കെ ജോലികളൊക്കെ അവർ ക്ലിയർ ചെയ്തു എന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഈ റീവിസിറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ കോച്ചിങ്. കോച്ചിങ്ങിലെ റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആ പോയിന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനില്ല. അപ്പൊ 4 പോയിന്റ് കോച്ചിങ്ങിലെ 4 പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. 3ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 1ാമത്തെ പ്ലാനിങ്, 2ാമത്തെ കോച്ചിങ്. 1ഉം 2ഉം കഴിഞ്ഞു. അടുത്ത പോയിന്റിലേക്കാണ് നമ്മള്. 3ാമത്തേത് റിവ്യൂയിങ് ആണ്. റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ്. See, at the end of each and every year, performance management cycle, each and every employee's performance should be evaluated, assessed. എല്ലാ വർഷവും ചെയ്യുന്നത് അറിയാമോ? ഓരോ എംപ്ലോയീസിന്റെ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ ആണത്. ഈ സൈക്കിൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ചക്രം, സൈക്കിളിന്റെ ഉദ്ദേശം ചക്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ ചക്രം ഇങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ സൈക്കിളില് ഈച്ച് ആൻഡ് എവറി ഇയറിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും? ഒക്കേഷണലി നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇയർലി ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് termed as performance appraisal. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ. വർഷാവർഷം എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. ഓക്കെ, അത് എന്താ പറയാ എല്ലാവരും സാധാരണ വൺസിന്റെ ഇയർ മാനേജ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഹൗ വെൽ ദ എംപ്ലോയീസ് ആർ പെർഫോമിംഗ് ഡ്യൂറിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ. ആ ഒരു വർഷം എത്രത്തോളം ഭംഗിയായി ഓരോ എംപ്ലോയീസും തന്റെ ടാസ്കുകൾ ചെയ്തു തീർത്തു എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാ വർഷവും എല്ലാ ഓർഗനൈസേഷനും ശ്രമിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക കേട്ടോ. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഓരോ ഇയറിലും എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്യുന്ന ഒരു രീതി. പെർഫോമൻസ് സൈക്കിൾ, മാനേജ്മെന്റ് സൈക്കിളിനകത്ത് ഒരു രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. Once in a year it will be conducted. Okay.
സോ ഇതെങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും? അതിനൊരു പ്രത്യേകതയുണ്ട്. അതെങ്ങനെ ചെയ്യാം? ഓരോ വർഷവും എല്ലാ എംപ്ലോയീസിനെയും അസസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെ? ത്രൂ ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസസ്, പ്രീവിയസ് ചെക്കിങ്സ്. അതായത് അവരുടെ മുൻകാലങ്ങളിലുള്ള അവരുടെ പെർഫോമൻസുമായിട്ടാണ് വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ വർഷം ഇയാൾ ഇങ്ങനെ ചെയ്തു, ഈ വർഷം ചെയ്ത് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നോക്കുമ്പോ ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഹൗ മച്ച് പ്രോഗ്രസ് ഈസ് ദർ, എത്രത്തോളം പ്രോഗ്രസ് ആ എംപ്ലോയിക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളുടെ ഒക്കെ സ്കൂളുകളിലെ പഠനത്തിന്റെ റിപ്പോർട്ട് കാർഡ് വരും. പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാണ് അതിന്റെ പേര് തന്നെ, അല്ലെ? റിപ്പോർട്ട് കാർഡ്. റിപ്പോർട്ട് കാർഡിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചേഴ്സ് എന്താ ഉദ്ദേശിക്കേണ്ടത്? ഉദ്ദേശിക്കുന്നത് എന്താ? അവർക്ക് ഓരോ എന്താ പറയാ സബ്ജക്ട്സിനും കിട്ടിയ മാർക്കുകൾ ഇങ്ങനെ കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓണം എക്സാം ഇങ്ങനെ, അടുത്ത എക്സാം ക്രിസ്മസ് ഹാപ്പി ഇയർലി എക്സാം വന്നു, അതിന്റെ തൊട്ടപ്പുറത്ത് റെക്കോർഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യും. ഓണത്തെ പരീക്ഷയിൽ നിന്ന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുട്ടിക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ താഴെ പോയി കളിക്കുക എന്നതാണ് കാര്യം. ഇതേപോലെയൊക്കെ തന്നെയാണ് പെർഫോമൻസ് എംപ്ലോയീസിന്റെയും ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. സോ ഇറ്റ് വിൽ ബി കമ്പയർഡ് ടു ദ പാസ്റ്റ്. നേരത്തെ ഉള്ളതുമായിട്ടാണ് കമ്പയർ ചെയ്യുക. അല്ല, നേരത്തെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്. കുട്ടിക്ക് നേരത്തെ ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയത്, പക്ഷെ എബവ് ആവറേജ് നല്ലോണം കുട്ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സീ ദർ ഈസ് എ പ്രോഗ്രസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ചൈൽഡ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയിലെ വലിയ ഒരു പ്രോഗ്രസ്, ഉന്നതി ഉണ്ടായിട്ടുണ്ട് പഠന കാര്യത്തിൽ. അതുപോലെ എന്റെ എംപ്ലോയീസിന്റെ ഈ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിൽ ഇയർ ആഫ്റ്റർ ഇയർ when we are assessing the performance of the employees, we can find out how well they have progressed. എംപ്ലോയീസ് എത്രത്തോളം പ്രോഗ്രസ്ഡ് ആയി ഈ ഒരു ഇയറിൽ. കഴിഞ്ഞ വർഷത്തേക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും എംപ്ലോയിക്ക്, കണ്ടോ? അത് പ്രീവിയസ് ചെക്കിങ്സിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യണമായിരിക്കും? ഓരോ വർഷത്തെയും എംപ്ലോയീസിന്റെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണം, വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ എവിടെ ഇട്ടിട്ടാണ് കമ്പയർ ചെയ്യണേ? കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അസസ് ചെയ്തു. ആ ഒരു ഇയറിൽ നടന്ന പെർഫോമൻസിന്റെ ലെവല് നമ്മൾ നോക്കി, ഓക്കെ, അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. സോ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അത് അടുത്ത വർഷത്തെ വീണ്ടും നോക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നു? മന്ത്ലി ചെക്കിങ്സ് ഒക്കെ എന്താ പറയാ അത്ര എളുപ്പം നടക്കുന്നില്ല, പക്ഷെ ഇയർലി ചെക്കിങ്സ് ആണ് അവരുടെ ഈ പറയുന്ന രീതിയിൽ പ്രോഗ്രസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസ് പ്രീവിയസ് ഇയറുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിലെ പെർഫോമൻസുമായിട്ടായിരിക്കും എംപ്ലോയീസിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്ത് എടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, അതില് ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ ചെയ്യാം. The monthly check-ins are to assist the employees with problem solving, adjusting goals and other future looking tasks. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അത് പ്രീവിയസ് ചെക്കിങ്സ് നോക്കിയിട്ട് എംപ്ലോയീസിന് എത്രത്തോളം അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അവരുടെ ഗോൾസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അവര് ഫ്യൂച്ചറിൽ അവർ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിലേക്കൊക്കെ എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതൊക്കെ എംപ്ലോയീസിനെ സഹായിക്കുന്നതാണ് ഈ ചെക്കിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇത് ഓരോ പോയിന്റിലെയും ആ ബോൾഡ് ആയിട്ട് 1, 2, 3 നമ്പർ ഇട്ടേക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. റിവ്യൂയിങ്ങിലാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. റിവ്യൂയിങ് പെർഫോമൻസ് അതിൽ ഒന്നാമത്തെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ പോകുകയാണ് റിവ്യൂയിങ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ഈ ഒരു സ്റ്റേജിൽ എംപ്ലോയീസിന്റെ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് ഹൗ വെൽ ഇറ്റ് ഹാവ് വർക്ക്ഡ് both by the management and also the employees. ഈ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് എത്രത്തോളം വിജയിച്ചു അല്ലെങ്കിൽ എത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാൻ മാനേജ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയീസും എന്താ പറയാ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതൊരു ഈ ഒരു സ്റ്റേജിലാണ് ചെയ്യുക. റിവ്യൂ ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തത് നോക്കിയേ. അതിന് കുറെ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിനോട് മാനേജ്മെന്റിന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ചില ക്വസ്റ്റ്യൻസിന് ഇഫ് ദേ ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ, അതിന് ഉത്തരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. അതായത് ഇവരെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ, ഇവരെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ട്രെയിനിങ് കൊടുത്താലാണ് നമ്മുടെ എംപ്ലോയീസിനെ കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക.
അതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. അതിനൊരു ആൻസർ മാനേജ്മെന്റിന്റെ ഭാഗത്ത് കണ്ടെത്തണം. വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. ബെറ്ററായിട്ട് എംപ്ലോയിക്ക് പെർഫോം ചെയ്യാൻ എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടി വരുന്നത്? സെക്കൻഡ് വൺ, ഹൗ ഡിഡ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക് ഹെൽപ്പ്? ഇഫ് നോട്ട് വൈ? എത്രത്തോളം മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് എംപ്ലോയീസിനെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് അത് സഹായകരമായില്ല? മാനേജ്മെന്റ് കൊടുക്കുന്ന ഫീഡ്ബാക്ക്, ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്യുക, നമ്മളിപ്പോ എനിക്ക് തന്നിരിക്കുന്ന ഈ ജോലി, അതോടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു അസസ്മെന്റ് എടുക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ഇഫ് ദേ ആർ ഗിവിംഗ് മീ സം ഫീഡ്ബാക്ക്, ആ ഫീഡ്ബാക്ക് എനിക്ക് തരുന്നു. ടീച്ചറെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്, അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇഫ് ദേ ആർ മേക്കിംഗ് സം ഇംപ്രൂവ്മെന്റ്, നമ്മുടെ ആ ഒരു പെർഫോമൻസിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് കൃത്യമായിട്ട് ഓണസ്റ്റ്ലി ഗിവ് ദ ഫീഡ്ബാക്ക്. ഓണസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും? നമ്മുടെ ഫീഡ്ബാക്ക് തരുമല്ലോ. നമ്മൾ നേരത്തെ തൊട്ട് മുന്നിൽ ഒരു പോയിന്റ് പഠിച്ചു. ആ ഫീഡ്ബാക്ക് അത് എത്രത്തോളം ഹൗ ഇറ്റ് ഹെൽപ്ഡ്, ആ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കിട്ടിയ എംപ്ലോയി അത് എത്രത്തോളം അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം ആൾക്ക് ഉണ്ടായില്ലേ, എന്തുകൊണ്ട് ആ മാറ്റം വന്നില്ല, ഇതൊക്കെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ലെവലിലാണ്, ഈ ഒരു സ്റ്റേജിലാണ് ചെയ്യുന്നത്. Then where personal and organizational objectives met, ഓരോ എംപ്ലോയിയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളും നേടിയെടുത്തില്ലേ? ഇഫ് നോട്ട് വൈ? എന്തുകൊണ്ട് നേടിയില്ല? ഞാനിവിടെ ഓർഗനൈസേഷനിൽ ജോലിക്ക് വന്നിട്ട് എനിക്ക് വ്യക്തിപരമായ കുറെ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റിയോ? അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട്? കണ്ടോ? അതൊക്കെ ഇതിനൊക്കെ ഉത്തരങ്ങളാണ് ഈ ഒരു റിവ്യൂയിങ് പ്രോസസ്സിൽ വരുന്നത്. ഹൗ കുഡ് ദ പ്രോസസ് ബി മെയ്ഡ് ബെറ്റർ? ഈ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അതെങ്ങനെ പറ്റും? ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? ഈ പ്രോസസ്സിനെ ഈ രീതിയിൽ പോരാ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ്? വാട്ട് ചലഞ്ചസ് ഡിഡ് ദ എംപ്ലോയി ഫേസ്? ഈ പറയുന്ന പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ അതിന് തടസ്സമാകുന്ന എംപ്ലോയീസിന്റെ എന്താ പറയാ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെ വെല്ലുവിളികളാണ് എംപ്ലോയീസ് നേരിടുന്നത്? അവരുടെ പെർഫോമൻസ് ലെവൽ നമ്മൾ ഉദ്ദേശിച്ചത് വീണ്ടും മാറ്റാൻ പറ്റുന്നില്ല. അവർ അങ്ങനെ തന്നെ വന്ന പാടെ എങ്ങനെയോ അങ്ങനെ തന്നെ. വി കനോട്ട് ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവരെന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ മനസ്സിലാക്കണം. വാസ് ദ ടൈം സ്പെൻഡ് ഓൺ ദ പ്രോസസ് ഇഫക്റ്റീവ്? ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം അതിന് വല്ല ഗുണമുണ്ടായോ, എഫക്റ്റീവ് ആയോ? ഇതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. ഈ റിവ്യൂയിങ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ദേ ഹാവ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന് നോക്കണം. ഈ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയാൽ നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ റിവ്യൂയിങ്ങിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ ഓരോ ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് അവര് തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. അടുത്തത് റിവ്യൂയിങ് ഓവറോൾ ഗോൾ ഓഫ് ദ ഗോൾ കംപ്ലീഷൻ. അതായത് നമ്മുടെ റിവ്യൂവിൽ തന്നെ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. ഓവറോൾ ഗോൾ എന്ന് പറയുന്നത് എന്താ? ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ദ ഗോൾ ഓഫ് ദ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഓരോ വ്യക്തികളുടെയും ഓരോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഗോളും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റേതായിട്ടുള്ള ഗോളും അല്ലെ? അപ്പൊ നമ്മൾ ഓരോ എംപ്ലോയീസും അവരവരുടെ ഗോൾസ് നേടിയോ അല്ലെ? ഡിഡ് ദ എംപ്ലോയി റീച്ച് ദെയർ ഗോൾസ്? അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ലക്ഷ്യപ്രാപ്തി സ്വീകരിച്ച ആളാണോ? അല്ലെങ്കിൽ ഹൗ എഫിഷ്യന്റ്ലി ദ എംപ്ലോയി സക്സീഡ് ടു ദ ടാസ്ക് ഗിവൺ? അവർക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് കൊടുത്തിരിക്കുന്ന ആ ടാസ്ക് അത് ചെയ്യുന്നതിൽ എംപ്ലോയി വിജയിച്ചോ? ഇതൊക്കെയാണ്. ഇതൊക്കെ ഗോൾ കംപ്ലീഷന്റെ ഭാഗമാണ്. വിജയിച്ചെങ്കിൽ നമ്മളുടെ ഗോൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഓരോ ടാസ്കുകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് മൈ ടാസ്ക്. അതാണ് എന്റെ കംപ്ലീഷൻ ഓഫ് ടാസ്ക് ആണ് എന്റെ എയിം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്റെ ഓർഗനൈസേഷന്റെ എയിമും കംപ്ലീറ്റ് ചെയ്തു, എന്റേതായ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അല്ലെ? അപ്പൊ അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, whatever may be the objective, smaller or bigger, അതിന് ഡ്യൂ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതിനനുസരിച്ച് വേണ്ട ഇടപെടലുകൾ കൃത്യമായി നടത്തണം.
അല്ലെ? ഇന്റർവെൻഷൻസ് ആൻഡ് ഓൾസോ ട്രെയിനിങ് ഇൻ എവറി ഏരിയാസ്. ഏതൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ അവിടെയൊക്കെ കൃത്യമായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ നടപടികൾ സ്വീകരിച്ച് ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുക. അതാണ് നമ്മുടെ ഓവറോൾ ഗോൾ കംപ്ലീഷൻ നേടിയതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ലക്ഷ്യങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എവിടെയായാലും അത് ഒക്കെ നമ്മൾ ഫേസ് ചെയ്ത് അതിനാവശ്യമായ ട്രെയിനിങ്ങും ഇന്റർവെൻഷൻസും ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? മൂന്നാമത്തെ റിവ്യൂവിൽ മൂന്നാമത്തെ പോയിന്റിലെ ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. It is crucial to look both at the smaller and bigger objectives that can give a clue to problem areas where training or interventions can be implemented. Okay ആണോ? പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് ചിലപ്പോ എന്താ പറയാ എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് ഗ്രഹിച്ചു എന്ന് വരില്ല. കുറച്ചുകൂടി നമ്മൾ ആ പെർഫോമൻസിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറണം കേട്ടോ. പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ച് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. വായിക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തത് റിവ്യൂവിലെ അവസാനത്തെ പോയതാണ് ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ഇത് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ്. എംപ്ലോയീസിന് നമുക്കറിയാം എന്ത് ആരെ കുറിച്ചാണെങ്കിലും വി ഷുഡ് എക്സ്പെക്ട് സം ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ് ആൻഡ് ഓൾസോ വി ഹാവ് ടു ഗിവ് സം ഫീഡ്ബാക്ക് ഓണസ്റ്റ്ലി. എപ്പോഴും ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതുമായിരിക്കണം ഫീഡ്ബാക്ക്. ഒരാളെ കുറിച്ച് ഇങ്ങോട്ട് അറിയുന്നു, അവരെ കുറിച്ച് അങ്ങോട്ടേക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ രണ്ട് രീതിയിലും അതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ഫോർ ദാറ്റ് വർക്ക്. അതായത് എംപ്ലോയീസിന് അതിനനുസരിച്ച് ആക്റ്റീവായിട്ട് അവരുടെ എംപ്ലോയീസിന് അവരുടെ ടാസ്ക് ചെയ്യാനുള്ളതും അവരുടെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താനുള്ളതും ആൻഡ് മേക്ക് ദ ഫ്യൂച്ചർ പെർഫോമൻസ് ബെറ്റർ, കൂടുതൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആക്ഷനബിൾ ഫീഡ്ബാക്ക് ആയിരിക്കണം മാനേജ്മെന്റ് എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. കുഴപ്പമില്ല ഇങ്ങനെ ഞങ്ങൾ കൊണ്ടേണ്ട കപ്പൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ അങ്ങനെ തന്നെ പോകും. അല്ല, യു ഹാവ് ടു മേക്ക് സം ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദിസ് ഏരിയ. ഈ ഏരിയയിൽ നീ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും? എംപ്ലോയീസിന് അവരുടെ ഇംപ്രൂവ്മെന്റ് ഏരിയ മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യട്ടെ? ആ ഏരിയാസ് മനസ്സിലാക്കി ഇറ്റ് വിൽ ലീഡ് ടു ബെറ്റർ ഫ്യൂച്ചർ പെർഫോമൻസ്. അവരുടെ ഭാവിയിലെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള രീതിയിലേക്ക് എത്തിക്കും. മാനേജ്മെന്റിന് അതിന് വലിയ ഒരു പങ്കുണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട് കേട്ടോ. അപ്പോ എംപ്ലോയി വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ എംപ്ലോയീസിന് നല്ലൊരു സൗകര്യം, ഒരു അവസരമാണ് ഇത് ടു ഗിവ് ദ ഫീഡ്ബാക്ക്. ആ ഒരു പ്രോസസ്സിലും അവരുടെ ഒരു പ്രോസസ്സിലും എന്താ പറയാ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനും ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയാനും അത് അവരുടെ അവസാനം വരെ കൃത്യമായ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ്, അതാണ് അതിനകത്ത് ഏറ്റവും മീനിങ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സെന്റൻസ്. ഓക്കെ, ഒരു സെക്കൻഡ്. എസ്കിറ്റിയിലോ ആ ഒരു സെന്റൻസ് ആണ് കേട്ടോ ഏറ്റവും അത്യാവശ്യമുള്ള സെന്റൻസ്. മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ്. അണ്ടർലൈൻ ചെയ്തോ? അപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന പോയിന്റുകൾ നാലിലൊന്ന് വായിച്ചു നോക്കിയേ. റിവ്യൂവിൽ വരുന്ന പോയിന്റുകളെല്ലാം തന്നെ ഒന്ന് വായിക്കാമോ? വായിച്ചു നോക്കാമോ? 2 മിനിറ്റ്.
പോകരുതിട്ടാ, പോകാനൊക്കെ പറഞ്ഞത് 2 മിനിറ്റ് വായിക്കാൻ, ബാക്കി ഭാഗം നമ്മൾ ഇനി എടുക്കും. അടുത്ത മെയിൻ പോയിന്റ് ആണ് പ്രോസസ്, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ 4ാമത്തെ പോയിന്റ് ആണ്. പ്ലാനിങ് കഴിഞ്ഞു, കോച്ചിങ് കഴിഞ്ഞു, റിവ്യൂവും കഴിഞ്ഞു. 4ാമത്തേലേക്ക് നമ്മൾ പോകുന്ന ഒരു ആക്ഷൻ, അതാണ് ഇനി ആക്ഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനാണ് ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കാം. റിവ്യൂ. നാലാമത്തെ കൂടി ഉള്ളൂ ഇനി നമുക്ക്. ഓക്കെ, അയച്ചോ. കുഴപ്പമില്ലല്ലോ. അടുത്ത ഒരു പോയിന്റ് കൂടി ഞാൻ എടുക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ. അപ്പൊ ഇത് 2 ഉള്ളൂ കേട്ടോ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് 4 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ആണ് കേട്ടോ. 4 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ആണ്: പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂയിങ് ആൻഡ് ആക്ഷൻ കേട്ടോ. അപ്പൊ ഈ 4ാമത്തെ ആക്ഷൻ ആണ്. അതിൽ 2 സബ് പോയിന്റേ ഉള്ളൂ. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ഷൻ ആണ്. ഇനി ആക്ഷൻ എടുക്കില്ല. പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയേഴ്സ് പെർഫോമൻസ്, 1 വർഷത്തെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തി പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്തു. ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റെപ്സിൽ ചെയ്തു. ഇൻ ദിസ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്, ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇവർക്ക് ആ മാനേജ്മെന്റ് പ്രോസസ്സിൽ അവസാനം കൊടുക്കേണ്ടതാണ് ഇവർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള ഒരു റിവാർഡ് ഓർ റെക്കഗ്നീഷൻ, ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം. അതായത് അർഹിക്കുന്നവർക്ക് പെർഫോമൻസ് മാനേജ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആ ഒരു അസസ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ട് അല്ലെ. നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും പെർഫോമൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എംപ്ലോയീസ് വളരെ ഹൈയിലേക്ക് എത്തി എന്ന് തോന്നുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കാം? ആവശ്യത്തിന് റിവാർഡ് കൊടുക്കാം. If they are not rewarded, they will not get motivated. ഒരു പ്രതിഫലം കിട്ടാണ്ട് ഇങ്ങനെ എന്താ പറയാ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു, ശരി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തു, എന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഓക്കെ. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മാനേജ്മെന്റ് ഓർ ഫ്രം ദ പോയിന്റ് ഓഫ് ഓർഗനൈസേഷൻ, ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി റിവാർഡ് ഓർ റെക്കഗ്നീഷൻ, ആ ചെയ്തതിന് എന്തെങ്കിലും ഒരു അംഗീകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഒരു റിവാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിവാർഡോ കിട്ടിയില്ലെങ്കിൽ എംപ്ലോയീസ് തീർച്ചയായിട്ടും മോട്ടിവേറ്റഡ് ആകുന്നില്ല. അവരെന്ത് എന്തിന് ഞാൻ വൈ ഷുഡ് ഐ ടേക്ക് സച്ച് റിസ്ക്, ഞാൻ എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഇത് റിസ്ക് എടുത്ത് ഇത്രയൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു, ദർ ഈസ് നോ യൂസ് എന്ന് അവര് തോന്നും. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും പഴയതിലേക്ക് പോകും. അപ്പൊ പഴയതിലേക്ക് എംപ്ലോയീസ് പോയാൽ എന്ത് പറ്റും? നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കില്ല, ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, പ്രതിഫലം കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. മോണിറ്ററി ആയിക്കോട്ടെ, നോൺ മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ നമ്മള് പണമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ്, നീ ഇത് നല്ല ഭംഗിയായി ചെയ്തല്ലോ, സോ നീ ഇനി ഇത് ചെയ്ത് പറഞ്ഞിട്ടൊരു പുതിയ പ്രോജക്റ്റ് ഒക്കെ വിശ്വാസത്തോടെ അവർ കൊടുത്തേൽപ്പിക്കുക. അത് കേൾക്കുമ്പോ അത് കാണുമ്പോ എന്താണ്? എംപ്ലോയീസിന് മോട്ടിവേറ്റഡ്, കണ്ടോ മറ്റാരെ ഏൽപ്പിച്ചില്ല, അതെനിക്കാ തന്നെ, അപ്പൊ എനിക്ക് മോട്ടിവേഷനായി. അല്ലെങ്കിൽ ന്യൂ പ്രോജക്റ്റ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി വൈഡ് മൊത്തം എല്ലാ കമ്പനിയുടെയും ഒരു അംഗീകാരം കൊടുക്കുക. ഒരു എന്താ പറയാ മൊത്തത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മൊത്തത്തിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാവരെയും വിളിച്ചു കൂടിയിട്ട് ആളെ അംഗീകരിക്കുന്ന എന്തെങ്കിലും രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം ഓഫ് കൊടുക്കുക. ഒരു ഇടയ്ക്ക് ഒരു ലീവോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൽ ഒത്തിരി എന്തെങ്കിലും സമയത്തിൽ ഇറങ്ങി കൊടുക്കുക. അതല്ലെങ്കിൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, നീ ഇതിന്റെ ഇതൊക്കെ നീ ആണെങ്കിൽ നോക്കത്തെ, അങ്ങനെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആളെ എന്ത് ചെയ്യാം? നമുക്ക് മോട്ടിവേറ്റഡ് ആക്കാം എംപ്ലോയീസിനെ. അത്
ഈ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ബേസിസിലാണ് ചെയ്യുക. അത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ക്ലിയർ ആയോ? സിമ്പിൾ ഭാഗമാണത്. ഓക്കെ, അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി അതിനകത്ത് തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കിടക്കുന്ന റിവാർഡ്സ് ദാറ്റ് കുഡ് ബി ഗിവൺ ആർ ന്യൂ പ്രോജക്ട്സ്. റിവാർഡുകൾ ഏതൊക്കെ രീതിയിലാണെന്ന്, ന്യൂ പ്രോജക്റ്റുകളായിട്ടോ കമ്പനി വൈഡ് റെക്കഗ്നീഷൻ ആയിട്ടോ ടൈം ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൂടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിവാർഡ്സ് ലൈക്ക് ദാറ്റ് കുഡ് ബി ഗിവൺ ആർ എന്നുള്ളത്. കിട്ടിയില്ലേ? അപ്പൊ റെക്കഗ്നീഷൻ റിവാർഡ് ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അവരെ മോട്ടിവേറ്റഡ് ആക്കാൻ, എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കാൻ ലാസ്റ്റ് സ്റ്റെപ്പ് പെർഫോമൻസ് മാനേജ്മെന്റ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ അതിനകത്ത് തന്നെ ആക്ഷൻ എടുക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫൈനൽ സ്റ്റേജ് ആണ്, പക്ഷെ അതിൽ ഒരു കാര്യം കൂടി നമ്മൾ സെറ്റ് ചെയ്തു. എന്തായിരിക്കും? നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ കൂടി നമ്മൾ സെറ്റ് ചെയ്യും ഈ ഒരു സ്റ്റേജിലാണ്. അതായത് അടുത്ത വർഷത്തേക്കുള്ള പെർഫോമൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ്. അതാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇവിടെ വരെ എല്ലാം ശരിയായി. അതിനുശേഷം കൈവണ്ടി നോക്കിയിരിക്കുകയല്ല, അടുത്ത വർഷത്തേക്കുള്ള പെർഫോമൻസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതും ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ തന്നെയാണ് നടത്തുക. അതിന് വേണ്ടിയിട്ട് ഫൈനൽ ഫീഡ്ബാക്ക് ഷുഡ് ബി ഗിവൺ ഫ്രം ദ എംപ്ലോയീസ്. അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് ആവശ്യത്തിന് ഫൈനൽ ഫീഡ്ബാക്ക് കൊടുക്കുക. അവരുടെ ഇങ്ങോട്ടേക്കും അവരുടേതായ ഐഡിയാസ്, അവരുടേതായ ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാം. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അവർ അപ്കമിങ് ഇയേഴ്സ്. വരുന്ന വർഷങ്ങളിലേക്കുള്ള പല കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്പൊ അടുത്ത വർഷത്തേക്ക് അവരുടേതായ ഐഡിയാസ് അവർ തരും, ഷെയർ ചെയ്യും. ഓരോ എംപ്ലോയീസിനും അവരുടെ ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു ചിന്താഗതി ആവണമെന്നില്ല, എന്റെ ആശയങ്ങളാവണമെന്നില്ല വേറെ ആളുടെ ചിന്തകൾ വരിക. അപ്പൊ അവര് ഓരോരുത്തരുടെയും ആശയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തു, എല്ലാം കൂടിയും എടുത്തിട്ട് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത ഇയറിലേക്കുള്ള പെർഫോമൻസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ഐഡിയാസ് ഒക്കെ, ചിന്തകൾ, തോട്ട്സ് ഒക്കെ. ഓക്കെ, ക്ലിയർ ആയോ? സെറ്റിംഗ് സ്റ്റേജ് ഫോർ ദ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ്. ഇത് രണ്ടുമാണ് ആക്ഷനിൽ വരിക കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ആക്ഷൻ സ്റ്റേജിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിവാർഡ് ആൻഡ് റെക്കഗ്നീഷനും സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. ഓക്കെ, ഫൈനൽ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു അവസരമാണ്. ഫൈനൽ ഫീഡ്ബാക്ക് അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് ആണ്. ഈ വർഷത്തിന്റെ അവസാനം അടുത്ത വർഷത്തേക്കുള്ള തുടക്കമാണ്. അതല്ലേ, അങ്ങനെയല്ലേ? ഈ വർഷം അവസാനം നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടാണല്ലോ. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടാ? ഇല്ല. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയേ. ആക്ഷൻ അതിനകത്ത് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞ് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അടുത്തത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് രണ്ട് ഹെഡുകളാണ് കേട്ടോ. ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസിംഗ്, അത് തമ്മിലുള്ള വ്യത്യാസവും. പിന്നെ അത് തന്നെ ഇവിടെ ഒരു എന്താ പറയാ, ഈ സംഭവം തന്നെ ചാർട്ടായിട്ട് ഒരു ടേബിൾ പോലെ ടാബുലർ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. രണ്ടും തന്നെയാണ്, ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല. അപ്പുറത്ത് പറയുന്നതൊക്കെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, ചിലതൊക്കെ മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, അതായത് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഈ ഒരു ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാനുള്ളൂ. അത് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഇന്നിപ്പോ
ഇല്ലേ? അറിയില്ലേ? കോച്ചിങ്ങും റിവ്യൂയിങ്ങും ആക്ഷനും 3 പോയിന്റുകളാണ്, അതിനകത്ത് സബ് പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് വായിച്ചു നോക്കാട്ടെ. ഇത് അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ വെറുതെ ക്ലാസ്സിൽ വന്നിരിക്കേണ്ടി വരും. ഇതിപ്പോ ഫ്രൈഡേയുടെ ക്ലാസ് ആണ് കേട്ടോ. ഇന്നത് തന്നെ ഫ്രൈഡേ എനിക്ക് പകരം സോൾവിച്ചറിലൊക്കെ എടുക്കും. അത് ഞാനിവിടെ വന്ന് പോസ്റ്റ് ആയി പോവുകയെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുൻപും പറയണ്ടേ, അതുകൊണ്ടാണ് ഇപ്പൊ എടുത്ത് ഇവിടെ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ, ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബാക്കി ടീച്ചേഴ്സിന്റെ കൂടി തീരണം. നമുക്ക് അതിനൊരു ഡേറ്റ് ഉണ്ട്, ഡേറ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ആ ഒരു ഡേറ്റിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കുള്ളൂ. ഞാൻ പറയല്ല ഇന്നിപ്പോ എന്ത് കഴിഞ്ഞു നാളെ പരീക്ഷയൊന്നല്ല. ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലായിട്ട് വരാറില്ലേ? കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ വരുന്നില്ലേ? അതിനൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ? യെസ്, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കണം കേട്ടോ. അതായത് ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകുക. അതല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊക്കെ അതും, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്, അങ്ങനെയുള്ളതൊക്കെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എക്സാംസിനൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി പുതിയത് എടുക്കുന്നില്ല. അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്, രണ്ട് രീതിയിൽ. ആ ടാബിൾ പ്രസന്റേഷൻ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും ആദ്യം കിടക്കുന്നത്. മറ്റേതിനകത്ത് ഇല്ലാത്ത പോയിന്റുകൾ കുറച്ച് മാത്രമേ മറ്റേതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് രണ്ട് വ്യത്യാസങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ സൗണ്ട് ഒന്നും മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ? സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലല്ലോ? ഇപ്പോഴൊക്കെ മറന്നു. സ്റ്റുഡൻസ് കുറവായിട്ട് ക്ലാസ്സസിൽ നമുക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നം വരാറില്ല. കുറെ അധികം സ്റ്റുഡൻസ് വരുമ്പോഴാണ് നമുക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിസ്റ്റർബൻസ് വരാം. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ കണ്ടാലേ മനസ്സിലാകും. നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ അയ്യോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഇത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർ ഇങ്ങനെ സൗണ്ട് ആരെങ്കിലും പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ആ രണ്ട് സൗണ്ടും കൂടി ക്ലാഷ് ആയിട്ട് അവർക്ക് വേറെ എന്തോ രീതിയിലേക്ക് കേൾക്കാം. അതായത് ഇങ്ങനത്തെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കും. അപ്പൊ അങ്ങനത്തെ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പാടല്ലേ, അവർക്ക് എന്താ ക്ലാസ്സിൽ പറഞ്ഞേക്കണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാ ടീച്ചേഴ്സും അവരവരുടെ പോർഷൻസ് എടുക്കുന്നുണ്ട്. 1, 2, 3 ചാപ്റ്ററുകളാണ് നമ്മൾ ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ച് വലുതാണ്. 1, 3 അപേക്ഷിച്ച് ഭയങ്കര വലുതാണ്. അപ്പൊ പോർഷൻസ് ഒക്കെ അത് അത്രയും കവർ ചെയ്ത് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ പഠിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒന്നിനെ സമയത്ത് മനസ്സിലാക്കി പഠിക്കണേ, ആ സെന്റൻസ് മാത്രം വായിച്ചു പറ്റില്ല. ഞാൻ പറയും അത് പാടില്ല. ബിക്കോസ് എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷൻസിൽ HRM ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കലാക്കി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പാടിന്റെ ഒരു തുടക്കം തുടങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? അതിനുവേണ്ടി കഷ്ടപ്പെടാനാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ അറിഞ്ഞ് തിരിച്ചെടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ ഇച്ച് ആൻഡ് എവറിത്തിങ് എന്തൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ പഠിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നാലാണ്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിനാണെങ്കിലും നമ്മളൊരു പങ്കെടുക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ എവിടെ എന്തൊക്കെയാണോ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ കാണുന്നവരാണെങ്കിൽ അത് ആ ഒരു ക്ലാസ്സുകളൊന്നും കാണാതെ വെറുതെ എക്സാംസ് മാത്രം കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് വേണ്ട പഠിച്ചെന്ന കാര്യമില്ല. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസറും കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് കേട്ടോ അത് പറഞ്ഞത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. റെക്കോർഡ് ക്ലാസ് കാണുന്നത് കൂടാതെ ടെക്സ്റ്റ് ബുക്ക് നമ്മളുടെ കണ്ണുകൾക്കോടുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ എക്സാംസും എഴുതുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ടൂറിസ്റ്റിലൊക്കെ വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. പേടിയും മടിയൊന്നും കൂടാതെ അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് അറിയുന്ന ആൻസറിന് കൃത്യമായി നമ്മൾ കറക്റ്റ് സ്റ്റേൺ ആയിട്ട് ആൻസർ കൊടുക്കുക. ആൻസർ അറിയില്ലാത്ത സ്റ്റേൺ ആയിട്ട് തന്നെ നമുക്കത് അറിയില്ലാതെ അവരെ കൺവേ ചെയ്യിക്കുക.
അത്രേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് കാര്യം. അത് നമ്മൾ ബി സ്മാർട്ട് അല്ല നടത്തിയിട്ടില്ല. ആ രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിലും നമ്മുടെ സ്മാർട്ട്നെസ് എനർജി ഒക്കെ കാണുമ്പോൾ വർക്ക് ചെയ്യാൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു പേഴ്സണാലിറ്റി ആണെന്നവർക്ക് മനസ്സിലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. മാർക്കുകളുടെ വലിപ്പമോ തൂക്കമോ കണ്ടിട്ടൊന്നും ഇന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. ഇത്തരം കുറെ ക്വാളിറ്റീസ് കൂടി അവര് ശ്രദ്ധിക്കുന്നുണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻസ് അതുകൂടി ഒക്കെ ശ്രദ്ധിച്ചിട്ടാ കൊടുക്കുന്ന ജോലി കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും പറയാനോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച്? എനിത്തിങ്? ഒന്നുമില്ല? എന്തെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ നമ്മള് ഈ ഒരു ടൈമാണ് ലാസ്റ്റ്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട് ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ, അതായത് നിങ്ങൾക്ക് ഈ പഠിച്ച പോർഷനിൽ നിന്ന് എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ള സമയമുണ്ട്, തരാറുണ്ട്. പിന്നെ നമ്മൾ സമയമൊന്നുമല്ല, എന്താ പറയുക, സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ക്ലാസ് എടുത്ത് അറ്റം വരെ എത്തിക്കും. 30 വരെ എത്താറുണ്ട്, 12:30 വരെ ക്ലാസ് എത്തും. ഇത് കുഴപ്പമില്ല. പക്ഷെ ഇന്നിപ്പോ അടുത്ത പോർഷൻ ഒരു ഇച്ചിരി കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ അവിടെ ബാക്കി വെച്ചത് അവിടെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരാൻ എനിക്കൊരു കാരണം വേണ്ടേ, റീസൺ ഉണ്ടല്ലേ, അതുകൊണ്ട് അതവിടെ വെച്ചതാ കേട്ടോ. അവിടെ ഇരുന്നോട്ടെ. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറയും എന്റെ ക്ലാസ്സിൽ അവിടെ തീർന്നു, അപ്പൊ എനിക്ക് മടി തോന്നും അല്ലെ, ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാനാ അല്ലെ, വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ക്ലാസ് അതൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വരാൻ ഒരു റീസണ് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ചത്. അപ്പൊ എന്റെ ക്ലാസ് മിസ്സാകാൻ എനിക്ക് അവിടെ വേണം എന്ന്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കി പഠിക്കാട്ടാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംസാരിച്ചോ? എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കോ? നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല? ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്മാർട്ട് സ്റ്റഡിയുടെ ക്ലാസ്സുകളുടെ ഗ്രൂപ്പ് ഉള്ളൂ അല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് തോന്നുന്നത് ആർക്കും ആരെയും അറിയില്ല. നിങ്ങൾക്ക് പരസ്പരം തന്നെ അറിയില്ല. റെഗുലറായിട്ട് ഒരു 10-15 കണ്ടൊക്കെ ക്ലാസ്സിൽ കയറുന്നുണ്ട്. അവർക്ക് പരസ്പരം അറിയില്ലാത്തവരാണ്. ഒരു 10 പേരുണ്ട് ക്ലാസ്സിൽ. ഇതേ സ്ട്രെങ്ത് തന്നെയാണോ എല്ലാ ദിവസവും 10 പേര്? പറയാമോ ആരെങ്കിലും? അനഘ ഒന്ന് പറയോ? അല്ല, കൂടുതൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എല്ലാ മിസ് ചില ദിവസം കുറെ ആളുണ്ടാവലുണ്ട്. ചില ദിവസം കുറെ ആൾക്കാരുണ്ടാവലുണ്ട്. ഉണ്ടാകും. ആ, ചില ദിവസം ആള് കുറവായിരിക്കും. ലിമിറ്റ് എന്ന് പറയാമോ? കുറയെന്ന് പറയുമ്പോ 10-20 മേലിൽ ഉണ്ടാവലുണ്ട് തോന്നുന്നു ചില ദിവസം. എത്ര? 20 ഉണ്ടാവലുണ്ട് തോന്നുന്നു. 20 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടോ? ആ, ചില ദിവസം ആരും അങ്ങനെ ഉണ്ടാവില്ല. ഇതുപോലെയല്ലേ ഉണ്ടാവില്ല. ആണോ? അപ്പൊ 20ന്റെ പകുതി 10ആണുള്ളത്. 10 പേരാണെന്നുള്ളത്. 7+3 ഇവിടെ ഇരിക്കുന്ന DP കാണുന്ന 3 പേര് +7 പേരുണ്ട്. അപ്പൊ ഇന്ന് 10 പേരുള്ളൂ. കറക്റ്റ് 10 പേരാണ്. നോക്കാം നമുക്ക് ഏത് ദിവസമൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇന്ന് എന്റെ ക്ലാസ് ആയിരുന്നില്ല, ആക്ച്വലി വേറെ ക്ലാസ് ആയിരുന്നല്ലോ. ഓക്കെ, നമുക്ക് ഇനി ഫ്രൈഡേ എത്ര പേരുണ്ടാവും നോക്കാം. നാളെ എത്ര പേരുണ്ട് നോക്കാം. സ്ട്രെങ്ത് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. സുബൈർ സുഖാണോ? സുബൈർ ആരാണത്? ഷഹനാഷെറി. സുബൈറിന്റെ പേരെന്താ മോളെ? ഷഹനാഷെറി. രഹന സുബൈർ. എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. ആണോ? ഓക്കെ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിചാരിച്ചു അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. പിന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. നസീബ സുഖാണോ? സുഖാണ്. നല്ല ക്ലാസ്സുകളാണ്. നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ക്ലാസ്സുകളെല്ലാം നല്ല ക്ലാസ്സുകളാണ്. എസ്പെഷ്യലി എനിക്ക് മാമിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറെ ഇങ്ങനെ വായിച്ച് പറയുന്നതിനേക്കാളും മാം അതൊരു സമ്മറി പോലെ പറഞ്ഞു തരുമ്പോ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുമ്പോ നമുക്ക് ഓക്കെയാണ്, പെർഫെക്റ്റ് ആവും. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതുപോലുള്ള ചില വേർഡ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മൾ കേൾക്കണ്ടേ. നമ്മളിങ്ങനെ കേൾക്കാൻ പറയുന്നുണ്ട്, ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പറയുന്നത് കേൾക്കുമ്പോ ഓക്കെ ശരിയാണ്, അപ്പൊ ഞാൻ കൺവേ ചെയ്യുന്നത് അവർക്ക് അവരുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത് എത്തുന്നുണ്ടെന്ന് ഒന്ന് സമാധാനിക്കുന്നത്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളൊക്കെ റെക്കോർഡും ഓഡിയോയും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്.
നമ്മൾ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ നിങ്ങളെല്ലാവരും അവിടെ വളരെ ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ശ്രദ്ധിച്ചു കേട്ടിരിക്കുകയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് അതുപോലെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് കുഞ്ഞൊന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞു സെന്റൻസ് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണമെന്നില്ല. അത് തന്നെ നമുക്ക് വളരെയധികം ആശ്വാസമാണ്. ആതിര എല്ലാ ദിവസവും ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടോ ആതിര? ഒരു ഒട്ടുപക്ക ക്ലാസ്സിലും കേറാറുണ്ട്. ആണോ? 1-2 ക്ലാസ് മിസ്സായി പോയിട്ടുണ്ട്. റെക്കോർഡ് കേൾക്കാറാണ്. ആണോ? നല്ല ക്ലാസ് ആണ്. മാമിന്റെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായിച്ചിട്ട് അതിന്റെ സമ്മറി പറയാതെ നമുക്ക് പൊതുവായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ കൂടുതൽ ഒരു മനസ്സിലാകാൻ നമുക്കിപ്പോ അങ്ങനെ ഒരു രീതി എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു മനസ്സിലാക്കുന്ന ക്ലാസ് മാമിന്റെ തന്നെയാണ്. താങ്ക് യു മാം. പിന്നെ മാമിന്റെ സംശയം, നമുക്കിപ്പോ എക്സാം ഉണ്ടല്ലോ 3 ചാപ്റ്ററുടെ കൂടെ, നമുക്ക് അതിനൊരു ഗ്യാപ്പ് തരുമോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്? പഠിക്കാൻ ചിലപ്പോ 1-2 ദിവസം കണ്ടും തരും തോന്നുന്നു. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഇങ്ങനെ ക്ലാസ്സും കൂടെ വരുമ്പോ അതും കൂടെ വായിക്കണം. അപ്പൊ ക്ലാസ് വരില്ല അന്നേരം, എക്സാമിന്റെ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല. ഉണ്ടാവില്ല അല്ലെ? എക്സാം ഒക്കെ ഒന്ന് നടക്കുകയാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല. കാരണം സെക്കൻഡ് ചാപ്റ്റർ വലിയ ചാപ്റ്റർ, അപ്പൊ അതെല്ലാം ഒന്ന് കവർ ചെയ്ത് വരണ്ടെങ്കിൽ കുറച്ച് സമയം വേണം. ഇന്നത്തെ വീട്ടിലെ കാര്യമുണ്ട്, അതാണ് ചോദിച്ചത്. അതുകൊണ്ട് 1-2 ദിവസമൊക്കെ തരാറുണ്ട് കേട്ടോ, ഗ്യാപ്പ് ഒരു 2 ദിവസമൊക്കെ തരാറുണ്ട് എന്നാണ് കേട്ടോ. അത് പേടിക്കില്ല, കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആരാ വിളിച്ച പേരൊക്കെ? അനഘ ഉണ്ടോ ഇവിടെ? പോയാ ഇറങ്ങി? അത് ജസ്റ്റ് ഒരു ഇത്തിരി സമയം കിട്ടിയതുകൊണ്ടൊന്ന് കാര്യങ്ങൾ ചോദിച്ചത്. ആ, സുഖമായിട്ടിരിക്കുന്നോ അനഘ? പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല പഠിക്കാനെല്ലാം കഴിയുന്നുണ്ട്. ആണോ? സൂപ്പറാണ്, കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ അനഘയ്ക്ക്? ഇല്ല, മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ ഞാനും കൂടുതൽ അധികം ഇരിക്കാൻ പറ്റല് മിസ്സിന്റെ ക്ലാസ്സിനാണ്. നല്ല ക്ലാസ്സാ മിസ്സിന്റെ കേട്ടിരിക്കെ. ആണോ? ഓക്കെ, താങ്ക് യു. എല്ലാവരും പറഞ്ഞതില് വളരെയധികം ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു ഞാൻ. ഓക്കെ, കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ സാലറി കിട്ടുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും. ഓക്കെ, അനുമോൾ അത് ഒരു എന്താ പറയാ, വലിയ അപ്രീസിയേഷൻ ഒക്കെ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മളെ ചാനൽ പഠിച്ചില്ലേ? പച്ച ഇതൊക്കെ തന്നെ, ഇതൊക്കെ അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മള് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും.